മാർച്ച് SSLC പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഏറ്റവും മനോഹരമായ വിജയം സാധ്യമാകട്ടെ. 10ാം തരം കേരള പാഠാവലിയിൽ 2 ഭാഗങ്ങളിലായി 5 യൂണിറ്റുകളും 5 യൂണിറ്റുകളിലായി 14 പാഠങ്ങളുമാണുള്ളത്. കാലാതീതം കാവ്യവിസ്മയം എന്ന ആദ്യ യൂണിറ്റ് കവികളുടെ ഭാഷ എന്ന കവി സച്ചിദാനന്ദന്റെ വരികളുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുക എന്ന ജാലക പ്രവർത്തനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഇലകളുടെയും തത്തകളുടെയും ഗൗളികളുടെയും ഒക്കെ ശബ്ദം ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ്. അതുപോലെ ലോകത്തെവിടെയായാലും എല്ലാ കവികളുടെയും ഭാഷ ഒന്നു തന്നെയാണ് എന്നാണ് ഈ വരികളുടെ അർത്ഥം. എല്ലാ സാഹിത്യകാരും ലോക നന്മയ്ക്കായിട്ടാണ് പാടുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. സൗന്ദര്യവും വികാരവും ഒക്കെ അവർക്കെല്ലാം ഒന്നു തന്നെയാണ്. മലയാളത്തിന്റെ എഴുത്തച്ഛനും സംസ്കൃത കവി കാളിദാസനും ഫ്രഞ്ച് സാഹിത്യകാരൻ വിക്ടർ ഹ്യൂഗോയുമെല്ലാം സ്നേഹത്തിന്റെ മഹത്വമാണ് വാഴ്ത്തുന്നത്. സ്നേഹം എല്ലാം നേടിത്തരുമെന്നും സ്നേഹശൂന്യത എല്ലാം നശിപ്പിക്കുമെന്നും കവികൾ പറയുന്നു. ലക്ഷ്മണ സാന്ത്വനം. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡത്തിൽ നിന്നെടുത്തതാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതാപാഠം. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതിൽ കുപിതനായ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കാൻ ശ്രീരാമൻ നൽകുന്ന ഉപദേശമാണ് പാഠഭാഗത്തിലുള്ളത്. ക്രോധം വരുത്തുന്ന അപകടങ്ങളെക്കുറിച്ചും കോപത്തെ മറികടക്കാൻ വിദ്യാഭ്യാസം കൊണ്ടേ കഴിയൂ എന്നും പാഠഭാഗം നമ്മോട് പറയുന്നു. ശ്രീരാമനും ലക്ഷ്മണനുമാണ് പാഠഭാഗത്ത് നാം കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങൾ. ചുട്ടുപഴുത്തിരിക്കുന്ന ലോഹത്തിൽ ജലത്തുള്ളികൾ വീഴുമ്പോൾ അതെങ്ങനെ നിമിഷം കൊണ്ട് ആവിയായി പോകുന്നുവോ അതുപോലെ മിന്നൽ മാത്രയിൽ നഷ്ടപ്പെടുന്നതാണ് എല്ലാ സുഖഭോഗങ്ങളും. പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിനായി കരയുന്നതുപോലെ കാലമാകുന്ന പാമ്പിന്റെ വായിലകപ്പെട്ട അല്ലെങ്കിൽ മരണത്തിന്റെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയ നമ്മൾ സുഖങ്ങൾക്കായി നെട്ടോട്ടമോടുന്നു. വഴിയമ്പലങ്ങളിൽ യാത്രക്കാർ ഒരുമിച്ചു ചേർന്നതിനു ശേഷം പിരിഞ്ഞു പോകുന്നതുപോലെയും നദിയിലൂടെ ഒരുമിച്ച് ഒഴുകിവരുന്ന വിറകുകെട്ടുകൾ ചിതറിപ്പിരിഞ്ഞ് വെവ്വേറെയായി ഒഴുകിപ്പോകുന്നതുപോലെയുമാണ് കുടുംബബന്ധങ്ങൾ നിലകൊള്ളുന്നത്. ആയതിനാൽ അതിന്മേൽ ഒരു സ്വാർത്ഥതയുടെയും ആവശ്യമില്ല എന്ന് ശ്രീരാമൻ പറയുന്നു. ക്രോധം സർവനാശമാണ് എന്ന് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. ഒരർത്ഥത്തിൽ കവി വായനക്കാർക്കാണ് ഈ ഉപദേശങ്ങൾ നൽകുന്നത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുന, ചക്ഷുശ്രവണ ഗളസ്തമാദർദുരം, പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ എന്ന് തുടങ്ങുന്ന വരികളൊക്കെ വളരെ നന്നായി വായിക്കണം. കവിതാഭാഗം നന്നായി വായിക്കണം. ആശയങ്ങൾ ചോദ്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ ഉത്തരങ്ങളായി എഴുതുകയും വേണം. 2ാമത്തെ പാഠം ഋതുയോഗം. വിശ്വമഹാകവി കാളിദാസന്റെ പ്രസിദ്ധ സംസ്കൃത നാടകമാണ് അഭിജ്ഞാനശാകുന്തളം. ഭാരത ഇതിഹാസമായ മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനത്തെ ആസ്പദമാക്കി രചിച്ച കൃതിയാണിത്. ഇതിന്റെ മലയാള വിവർത്തനമാണ് AR രാജരാജവർമ്മയുടെ മലയാള ശാകുന്തളം. അതിലെ 7ാം അംഗത്തിൽ നിന്നുള്ള ഭാഗമാണ് ഋതുയോഗം. ദേവാസുരയുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ കശ്യപാശ്രമത്തിലെത്തുന്ന ദുഷ്യന്തൻ സർവദമനെയും ശകുന്തളയെയും കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം. കണ്വമഹർഷിയുടെ ദത്തുപുത്രിയായിരുന്ന ശകുന്തളയെ ദുഷ്യന്ത മഹാരാജാവ് വിവാഹം കഴിച്ചിരുന്നു എങ്കിലും ദുർവാസാവിന്റെ ശാപത്താൽ അക്കാര്യം രാജാവ് മറന്നുപോകുന്നു. പക്ഷേ സ്നേഹത്തിന്റെ ശക്തി ശകുന്തളയെയും മകൻ സർവദമനെയും രാജാവിന് തിരികെ നൽകുന്നു. വളരെ നാടകീയമായ മുഹൂർത്തങ്ങളിലൂടെ ശുഭമായി അവസാനിക്കുന്ന നാടകം അത്യന്തം സുന്ദരമാണ്. ഭാഗ്യവും നിർഭാഗ്യവും സുഖവും ദുഃഖവുമെല്ലാം ചാരുതയോടെ നാടകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. 3ാമത്തെ പാഠം പാവങ്ങൾ എന്നതാണ്. ഫ്രഞ്ച് കവിയും സാഹിത്യകാരനുമായ വിക്ടർ ഹ്യൂഗോയുടെ ലാമിറാബെലെ എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാവങ്ങൾ എന്ന പാഠഭാഗം. നാലപ്പാട്ട് നാരായണ മേനോനാണ് പാവങ്ങൾ എന്ന പേരിൽ ഈ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ശിക്ഷ കൊണ്ട് സാധിക്കാത്തത് സ്നേഹം കൊണ്ട് സാധിക്കുമെന്ന് ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ദരിദ്രനായിരുന്ന ഴാങ് വാൽ ഴാങ് സഹോദരിയുടെയും മക്കളുടെയും വിശപ്പ് മാറ്റാനായി ബേക്കറിയിൽ നിന്ന് ഒരു റൊട്ടി മോഷ്ടിച്ചു. അതിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ ഴാൽ വാങ് ഴാങ്
പലവട്ടം ജയിൽ ചാടിയതിനാൽ വീണ്ടും വീണ്ടും പിടിക്കപ്പെട്ട് 19 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിൽ മോചിതനായി ഡി പട്ടണത്തിലെത്തിയ രാൽവാങ് രാങ്ങിനെ പട്ടണത്തിലെ മെത്രാൻ മാത്രമാണ് അതിഥിയായി സ്വീകരിച്ചത്. എന്നിട്ടും രാത്രിയുടെ മറവിൽ രാങ്വാൽ രാങ് പള്ളിയിലെ വെള്ളി സാധനങ്ങൾ മോഷ്ടിച്ച് കടന്നുകളയുന്നു. വീണ്ടും പിടിക്കപ്പെട്ട രാങ്വാൽ രാങ്ങിനോട് മെത്രാൻ ക്ഷമിക്കുകയും പോലീസുകാരിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥ മാത്രമല്ല, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പു നൽകുന്ന സ്നേഹത്തിന്റെ വ്യവസ്ഥകൾ കൂടി ലോകത്തുണ്ടെന്ന് ഈ പാഠം കാട്ടിത്തരുന്നു. അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്ന രണ്ടാമത്തെ യൂണിറ്റിൽ 3 പാഠങ്ങളുണ്ട്. രക്തബന്ധങ്ങളെക്കാൾ കട്ടിയുള്ള സ്നേഹബന്ധങ്ങളാണ് ഈ പ്രപഞ്ചത്തിന് കൂടുതൽ ശക്തി പകരുന്നതെന്ന് തെളിയിക്കുന്ന വിശ്വരൂപം എന്ന കഥ, പ്രിയദർശനം എന്ന കവിത, കടൽ തീരത്ത് എന്ന ചെറുകഥ. വിശ്വരൂപം. ലളിതാംബിക അന്തർജനത്തിന്റെ വിശ്വരൂപം എന്ന കഥ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ എന്ന മാഡം തലത്തിന്റെയും സുധീർ എന്ന പുത്രതുല്യനായ അവരുടെ ഓഫീസ് സെക്രട്ടറിയുടെയും അറ്റുപോകാത്ത അദൃശ്യബന്ധത്തിന്റെ കഥയാണ്. ന്യൂയോർക്കിലെ ഇന്ത്യൻ അംബാസഡറായിരുന്ന ഡോക്ടർ തലത്തിന്റെ ഭാര്യയായിരുന്ന മിസിസ് തലത്ത് രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒരു ലേഡി അംബാസഡർ തന്നെയായിരുന്നു. മക്കളെയെല്ലാം ബോർഡിംഗിൽ പഠിപ്പിച്ചിരുന്ന അവർ ഭർത്താവിന്റെ മരണശേഷം നാട്ടിലേക്ക് തിരിച്ചുവരുന്നു. സ്നേഹം കൊണ്ടും കൊടുത്തും ശീലമില്ലാതിരുന്ന അവർ തീർത്തും ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ഒരിക്കൽ അവരെ കാണാനായി സുധീർ എത്തുന്നു. മിസിസ് തലത്ത് ഒരമ്മയായി അയാളെ പരിചരിക്കുന്നു. മക്കൾക്ക് ഒരിക്കലും ആയയെ വയ്ക്കരുത്, സ്നേഹിക്കുകയും ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം, എന്നാലേ അമ്മ മക്കളുടെയും മക്കൾ അമ്മയുടെയും ഭാഗമാകൂ എന്ന് വരാൻ പോകുന്ന ഭാര്യയോട് പറയൂ എന്നും താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ സുധീറിനെ ഉപദേശിക്കുന്നു. ഒരു സ്ത്രീ അവരുടെ വിശ്വരൂപം കാണിക്കുന്നത് അവർ ഒരു അമ്മയാകുമ്പോഴാണ് എന്ന സന്ദേശം കൂടി ഈ പാഠം നൽകുന്നു. മാതൃത്വത്തിന്റെ ഈ വിശ്വരൂപം താൻ പ്രസവിച്ച കുട്ടികളോട് മാത്രമല്ല ഒരു സ്ത്രീക്കുള്ളത് എന്നുകൂടി ഈ കഥ കാട്ടിത്തരുന്നു. ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നെടുത്ത പ്രിയദർശനം ആണ്. കളിക്കൂട്ടുകാരായിരുന്ന നളിനിയും ദിവാകരനും വർഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം. അവരുടെ സ്നേഹവും ഓർമ്മകളുമാണ് പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത്. ദിവാകരൻ സന്യാസത്തിൽ തൽപരനായി നാട് വിട്ടുപോയിരുന്നു. തന്റെ വിവാഹം നിശ്ചയിച്ചതറിഞ്ഞ് നളിനിയും വീട് വിട്ടിറങ്ങി. ജീവിതം അവസാനിപ്പിക്കാൻ നിശ്ചയിച്ച് പൊയ്കയിലേക്ക് ചാടിയ നളിനിയെ ഒരു സന്യാസിനി രക്ഷിക്കുന്നു. പിന്നീട് ഹിമാലയ സാനുക്കളിൽ വെച്ച് നളിനി സന്യാസിയായ ദിവാകരനെ കാണുന്നു. തന്റെ കഷ്ടകാലം കഴിഞ്ഞുവെന്നും പ്രാണനോടെ ദിവാകരനെ കാണാൻ കൊതിച്ചിരുന്നുവെന്നും അത് സാധിച്ചുവെന്നും അതുകൊണ്ട് തന്നെ താൻ ധന്യയായി എന്നും നളിനി ദിവാകരനെ അറിയിക്കുന്നു. കുട്ടിത്തം മാറാത്ത ആ പഴയ നളിനിയെ തന്നെയാണ് തനിക്കിപ്പോഴും കാണാൻ കഴിയുന്നതെന്നും ഇപ്പോൾ പ്രായവും ലക്ഷ്യവുമൊക്കെ മാറി പക്വത പ്രാപിച്ചിരിക്കുന്നു എന്നും ദിവാകരൻ നളിനിയോട് പറയുന്നു. അന്യജീവനു വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച് ധന്യരാകുന്നവരാണ് വിവേകികൾ എന്നും യഥാർത്ഥ സ്നേഹത്തിന് ശരീരവുമായി യാതൊരു ബന്ധവുമില്ല എന്നും ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതിശക്തമായ ഈ യാഥാർത്ഥ്യം തന്നെയാണ് ഈ കവിതയുടെ കാതൽ. കടൽ തീരത്ത്. ആധുനിക മലയാള സാഹിത്യകാരനായിരുന്ന ഒ.വി. വിജയന്റെ ഹൃദയസ്പർശിയായ ചെറുകഥയാണ് കടൽ തീരത്ത്. വധശിക്ഷയ്ക്ക് വിധിച്ച് കണ്ണൂർ ജയിലിൽ കഴിയുന്ന കണ്ടുണ്ണി എന്ന മകനെ കാണാനായുള്ള വെള്ളായപ്പൻ എന്ന സാധു പിതാവിന്റെ യാത്രയും അനുഭവവുമാണ് ഈ കഥ. കപട രാഷ്ട്രീയത്തിനുള്ളിലെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ അറിയാതെ ഈയാംപാറ്റകളെപ്പോലെ അതിനുള്ളിൽ പെട്ടുപോകുന്ന യുവതയുടെയും അവരിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിച്ചിട്ട് പ്രാണൻ പറഞ്ഞ് ജീവിതമെരിഞ്ഞടങ്ങിപ്പോകുന്ന രക്ഷിതാക്കളുടെയും പ്രതീകമാണ് ഈ കഥയിലെ കണ്ടുണ്ണിയും വെള്ളായിയപ്പനും. സ്വന്തം ഗ്രാമത്തിനു വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുത്തതിന് ജയിലിലടയ്ക്കപ്പെട്ട് പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു കണ്ടുണ്ണി. ജയിലിൽ നിന്ന് ലഭിച്ച അറിയിപ്പ് പ്രകാരം കണ്ണൂരിലേക്ക് തിരിക്കുന്ന വെള്ളായിയപ്പനോടൊപ്പമുണ്ടായിരുന്നത് കണ്ടുണ്ണിയുടെ അമ്മ കെട്ടിക്കൊടുത്ത ഒരു പൊതിച്ചോറായിരുന്നു. ജയിലിൽ നിന്ന് ഏറ്റുവാങ്ങിയ കണ്ടുണ്ണിയുടെ ശരീരം വെളിം പ്രദേശത്ത് സംസ്കരിച്ച് തിരികെ കടൽ തീരത്തെത്തുമ്പോഴാണ് വെള്ളായപ്പൻ ആ പൊതിച്ചോറഴിക്കുന്നത്.
വഴിച്ചോറ് ബലിച്ചോറാകുന്ന ഹൃദയഭേദക രംഗത്തോടെ കഥ അവസാനിക്കുന്നു. കാവ്യാത്മകമായ ഗദ്യഭാഷ, അർത്ഥപൂർണങ്ങളായ മൗനം, കഥാപാത്ര സൃഷ്ടിയിലെ കൃത്യത ഒക്കെ ഈ കഥയുടെ എടുത്തു പറയാവുന്ന പ്രത്യേകതകളാണ്. കുട്ടിസൻ മാപ്ല, നീലി, കണ്ടുണ്ണി ഇവരുമായി വെള്ളായപ്പൻ നടത്തുന്ന മൗന സംഭാഷണം മനസ്സിരുത്തി വായിക്കണം. കഥ പിന്നെയും പിന്നെയും വായിക്കണം. സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന 3-ാം യൂണിറ്റിൽ 3 പാഠങ്ങളുണ്ട്. പ്രലോഭനം, യുദ്ധത്തിന്റെ പരിണാമം, ആത്മാവിന്റെ വെളിപാടുകൾ. മനസ്സിനുള്ളിലെ സംഘർഷങ്ങളെ കൊടിയ യുദ്ധങ്ങളാക്കി പരിണമിപ്പിക്കുന്നതും സങ്കീർത്തനങ്ങളാക്കി മാറ്റുന്നതും മനുഷ്യൻ തന്നെയാണ്. മനുഷ്യജീവിതം ഹ്രസ്വവും അതിൽ നിന്ന് ഉരുവം കൊള്ളുന്ന കല ദീർഘവുമാണ്. ഉണ്ണായി വാര്യരുടെ നളചരിതമാട്ടക്കഥ 2-ാം ദിവസത്തിലെ 3-ാം രംഗമാണ് പ്രലോഭനം എന്ന പാഠഭാഗം. വിദർഭയിലെ ഭീമരാജാവിന്റെ മകൾ ദമയന്തി നിഷധ രാജാവായ നളനെ സ്വയംവരം ചെയ്തതറിഞ്ഞ് കോപാകുലനായ കലി ദ്വാപരനോടൊപ്പം ഭൂമിയിലെത്തുന്നു. നളനെ നശിപ്പിക്കാനായി നളസഹോദരനായ പുഷ്കരനെ കലി പ്രലോഭിപ്പിക്കുന്നു. എല്ലാവരും നളനെയാണ് കാര്യസാധ്യത്തിനായി കാണുന്നതെന്നും തനിക്ക് കുടയും വെഞ്ചാമരവുമൊന്നും ഇല്ലെന്നും സങ്കടപ്പെടുന്ന പുഷ്കരനോട് നളനെ ചൂതുകളിക്ക് ക്ഷണിക്കാൻ കലി ആവശ്യപ്പെടുന്നു. രാജ്യാദികളെല്ലാം കൈക്കലാക്കാൻ താൻ സഹായിക്കാമെന്നും കലി വാക്കു നൽകുന്നു. ബലഹീനന്മാർ എളുപ്പം പ്രലോഭനങ്ങളിൽ വീഴുമെന്നും അവരെ പ്രലോഭിപ്പിച്ച് തൻകാര്യം നേടിയെടുക്കാൻ ദുഷ്ടന്മാർ ശ്രമിക്കുമെന്നും ഈ പാഠഭാഗം പഠിപ്പിക്കുന്നു. യുദ്ധത്തിന്റെ പരിണാമം. ഭാരതത്തിന്റെ ഇതിഹാസങ്ങളിലൊന്നായ മഹാഭാരതത്തിന്റെ നിരൂപണ കൃതിയാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. ഇതിലെ ഒരധ്യായമാണ് പാഠഭാഗം. യുദ്ധം സർവനാശമാണെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ തലമുറകളോളം അനുഭവിക്കേണ്ടി വരുമെന്നും ഈ കൃതി വിളിച്ചു പറയുന്നു. മഹാകുരുക്ഷേത്ര യുദ്ധത്തിൽ നേരത്തെ ഉറപ്പിച്ചിരുന്ന കരാറുകളെല്ലാം പാലിക്കപ്പെട്ടതൊന്നുമില്ല. വല്ലപാടും പാണ്ഡവർ ജയിച്ചു. യുദ്ധക്കളത്തിൽ തുടച്ചതഞ്ഞ് മരണാസന്നനായി കിടക്കുന്ന ദുര്യോധനന്റെ അടുത്ത് അശ്വത്ഥാമാവെത്തി. പ്രാണൻ മാത്രം ശേഷിക്കുമ്പോഴും സ്വപ്രത്യയ സ്ഥൈര്യത്തോടെ പെരുമാറുന്ന ദുര്യോധനന് സർവ പാഞ്ചാലരെയും കാലനൂർ പോകിക്കും എന്ന് അശ്വത്ഥാമാവ് വാക്കുകൊടുക്കുന്നു. പാതിരാത്രി പാണ്ഡവ ശിബിരത്തിലെത്തി പഞ്ചപാണ്ഡവന്മാരൊഴികെ സർവരെയും കൊലപ്പെടുത്തുന്നു. ശേഷം കാടേറിയ ദ്രൗണിയെ അല്ലെങ്കിൽ അശ്വത്ഥമാവിനെ പിന്തുടർന്ന അർജുനന് നേരെ അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അസ്ത്രം തിരിച്ചെടുക്കാൻ നിവൃത്തിയില്ലാതെ ദ്രൗണി അല്ലെങ്കിൽ അശ്വത്ഥമാവ് അത് ഉത്തരയുടെ ഗർഭത്തിലേക്ക് അയച്ചു. ശേഷം പ്രാണനു പകരം ചൂടാമണി പറിച്ചു നൽകി അശ്വത്ഥമാവ് കാടേറി. മനുഷ്യ മനസ്സിലെ പകയായി, വൈരാഗ്യമായി, ചിരഞ്ജീവിയായി ഇപ്പോഴും അശ്വത്ഥമാവ് വർത്തിക്കുന്നു. പാഠഭാഗങ്ങളുടെ ആശയങ്ങൾ മാത്രമാണ് നാം ചർച്ച ചെയ്തത്. പാഠഭാഗങ്ങൾ നന്നായി വായിക്കണം. 1, 2, 4, 6 മാർക്കിനുള്ള വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാകും. ആശയം, വിശകലനം, നിരൂപണം, താരതമ്യം, തലക്കെട്ടിന്റെ ഔചിത്യം എന്നീ തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾക്കനുസൃതമായി രൂപത്തിൽ മാറ്റം വരുത്തി മാർക്കിനനുസരിച്ച് ഉത്തരങ്ങൾ എഴുതണം. മലയാളം കേരള പാഠാവലിയെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ്സാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക ബിനു തങ്കച്ചി BP. വിജയവാണി. SSLC പരീക്ഷാ സഹായി.